ഉറങ്ങിക്കിടന്നിരുന്ന ഭൂവുടമെ വടിവാളും കടാരയും കൊണ്ട് വെട്ടിയും കുത്തിയും കൊലപ്പെടുത്തി. കോട്ടയം നെല്ലുകുത്തി യന്ത്രത്തിന്റെ ബെൽറ്റിൽ കുടുങ്ങി വീട്ടമ്മ മരിച്ചു. നിർത്ത്. എഴുന്നേറ്റ്. പോടാ. എന്നാ പോവാത്തെ? നിന്റെ അളിയന്റെ വീടാ. തൊള്ളയിൽ കയ്യിലടിക്കും ഞാൻ. പോടാ. നമ്മുടെ പിള്ളേരെവിടെ പോയി? പിള്ളേരെ കാക്കണ്ടേ? ആരാ? മനസ്സിലായില്ല. അത് തന്നെ എനിക്കും ചോദിക്കാനുള്ളത്. മനസ്സിലായില്ല. ഞാൻ ഇവിടുത്തെ ഒരാളാ. ഞാൻ ഇവിടുത്തെ ഒരാളാണല്ലോ. നിങ്ങൾക്ക് ആരാ കാണണ്ടേ? ആരെയും കാണേണ്ട കാര്യമില്ല. ഈ പറമ്പിൽ ആരെയും കാണാൻ എനിക്ക് ഇഷ്ടമല്ല. അത് പറയേണ്ടത് തമ്പ്യത്തിനാണല്ലോ. തമ്പ്യത്തിന്റെ കാലം കഴിഞ്ഞു. ഇപ്പൊ ഇതിന്റെ ചുമതലയല്ല എനിക്കാ. എന്ന് വെച്ചാൽ 8 ലക്ഷം ഉറുപ്പിക മുടക്കി ഇതെല്ലാം ഒരാൾ വാങ്ങിച്ചിരിക്കുന്നു. അത്ര തന്നെ. വെറുതെ കശവിശി ഉണ്ടാക്കാണ്ട് സ്ഥലം വിട്ടേ. വരണം സാർ. ഇത് ആര് വാങ്ങിച്ചെന്ന് പറഞ്ഞു? ആരായാലും നിങ്ങൾക്ക് എന്താ? ഒരാൾ വാങ്ങിയിരിക്കുന്നു. ഇമ്മാനുള്ള കുടിയൊഴിപ്പിക്കലിന് എന്നെ നേരത്തെ ഇങ്ങോട്ട് അയച്ചു. അദ്ദേഹം വരുമ്പോ വരും. വല്ലവന്റെയും പറമ്പിന്റെ നെഞ്ചത്തൂടെ തന്നെ പോണെന്ന് ഇത്ര നിർബന്ധം എന്തു വരാഹ? കാശ് കൊടുത്ത് സ്ഥലം വാങ്ങിച്ച ആള് പറയുന്നു അതുവഴി പോകണ്ടെന്ന്. പോകണ്ട, അതല്ലേ ഞാൻ ചിലപ്പോ. അത് ന്യായമാ എന്ന് പറഞ്ഞ ഒക്കത്തില്ലെന്നേ. അനിയും കൊണ്ട നടപട്ടെ പറ്റൂ. ഞാൻ ഇടപെടത്തില്ല രാഘവ. ഞാൻ ന്യായത്തിന്റെ കൂടെ നിൽക്കത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ചുറ്റിപ്പോണേ. ആഹാ, അതുകൊള്ളാം. എന്നാ ഒരു പരിഹാരം ഞാൻ പറയാം. ചിലപ്പാ എന്തോ അങ്ങനെ ഇതെല്ലാം കൂടെ വാങ്ങിച്ചിരിക്കുന്നത് 8 ലക്ഷം രൂപയ്ക്ക്. ഇദ്ദേഹം വേണമെങ്കിൽ 8 ലക്ഷത്തി 1 രൂപയ്ക്ക് വാങ്ങിച്ചോട്ടെ. എന്നിട്ട് നടക്കുവോ ഓടുവോ ചാടുവോ എന്തുവേണായിരിക്കും. ചിലപ്പാ 6 ബോട്ടല്ലേ വരുന്നേ? അതെ. അയ്യോ, ഞാൻ ഇന്നെങ്കിലും നേരത്തെ ചെല്ലാന്ന് ചേച്ചിയോട് പറഞ്ഞതാ. പോട്ടെ. അപ്പൊ ഇതൊക്കെ പറ്റില്ല കേട്ടോ. അല്ല, എവിടെ? നാളെ തരാന്നേ. ഇക്കണക്കിന് ഞാനും ചുറ്റിപ്പോകത്തേ ഉള്ളൂ. എന്താ കുറുമാൻ കണ്ടോ? കണ്ടു. എന്താ പറഞ്ഞു? 2 ദിവസം കൊടുത്തേക്കാന്ന്. കോമാടം തന്നെ പറഞ്ഞു. പറഞ്ഞു. ശരി. ഹലോ, ഒന്ന് നിക്കണേ. വള്ളം കിട്ടും ഇവിടെ? വള്ളം വള്ളമല്ലേ കിടക്കുന്നേ? വള്ളം ഉണ്ട്, പക്ഷെ ആളില്ല. വള്ളം ഉണ്ട്, ആളില്ല. ചിലപ്പോ കൊച്ചുകൂടെ ഷാപ്പി കാണുമായിരിക്കും. എവിടെ പോനാ? താമരശ്ശേരി വീട്ടിലേക്കാ. ഓ, അത് ശരി. താമരശ്ശേരി വീട്ടിലേക്കാണോ? ആ ശരി. ചിലപ്പാ ഞാൻ വള്ളം എടുക്കുക. ഇപ്പൊ ഞാൻ ശരി. വാ. ഞാൻ നേരെ വള്ളോട്ട് കളിക്കാൻ വെച്ചേ. ഇല്ലില്ല. ഡാൻസ് ചെയ്യും. വേണ്ട വേണ്ട, വള്ളത്തേലേറെ ആളുണ്ട്. അല്ല, താമരശ്ശേരിയിലെ നമ്മുടെ അനിയൻകുട്ടന്റെ അമ്മാവന്റെ മോള. അല്ല, വരുന്ന വിവരം എഴുതി അറിയിച്ചില്ലായിരുന്നു? പെട്ടെന്ന് തീരുമാനിച്ചതാ. ആ, അത് ശരി. ആ, ഇറങ്ങിയാട്ടെ. ഇവിടങ്ങളിലൊക്കെ നേരെ ഇരട്ടി കഴിഞ്ഞാൽ പിന്നെ ആരെയും വഴി കാണത്തില്ല. ഇതാ കാണുന്ന ആ കടയില്ലേ, അവിടെ നേരെ വലത്തോട്ട് തിരിഞ്ഞാൽ. ഇനിയുള്ള വഴി എനിക്കറിയാം. ഓയ്, താങ്ക് യു. അതെനിക്ക് ഒരക്ഷരം മനസ്സിലായിട്ടില്ല. ഓ, സോറി. നന്ദി. അല്ല, അത് വരെ വെച്ചു. പക്ഷെ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടിയത് പുണ്യത്തിനാന്ന് വിചാരിച്ചു.
എനിക്ക് കൂലി കിട്ടണം. കണ്ടിട്ട് കൂലി വാങ്ങിക്കുന്ന ആളാന്ന് തോന്നിയില്ല. അയ്യോ, ഞാൻ വാങ്ങിക്കും. ഞാൻ വാങ്ങിക്കുന്ന മാത്രമല്ല, എണ്ണി പറഞ്ഞു വാങ്ങിക്കും. ദാ, 2 രൂപ. കൊച്ചി നാട്ടിൽ കുറച്ചാളായില്ലേ? ഇപ്പോൾ ഇതിന് 20 പൈസ വിലയുള്ളൂ. പിന്നെ എന്ത് വേണം? ഞാൻ സാധാരണ ഈ പണിയുന്ന ആളൊന്നുമല്ല. ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു 5 രൂപ ഞങ്ങൾ തോന്നും. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ 10 രൂപയും തരണം, കൂട്ടത്തിലൊരു പാട്ടും പാടണം. 10 രൂപയോ? ബോംബെ പോലും ഇല്ലല്ലോ ഇങ്ങനെ ഒരു കൂലി. എന്നാ പിന്നെ ബോംബെ എന്നൊരു വള്ളം കൊണ്ട് ഞാൻ മതിയായിരുന്നല്ലോ. ദേ, ഇനി ഞാനോട് തനിതരം കാണിക്കാൻ പറഞ്ഞേക്കാം. ചേട്ടാ, നേരത്തെ കടത്തിറക്കിയതും പോലെ കടവെത്തിയപ്പോ ഞാൻ പറഞ്ഞു, കൊച്ചെ ഈ സ്ഥലം ഇത്തിരി പെശ, എനിക്കിവിടെ 10 ആൾ ഒഴിച്ചിടാൻ പ്രശ്നമൊന്നുമല്ല. അയ്യോ, ബഹളൊന്നും വെക്കലേ, കാശ് ഞാൻ തരാം. ദാ. ആ, ദേ, ആ 2 രൂപ ഇതാ. താങ്ക് യു. ആ, അത് ഞാൻ വരെ വെച്ചിട്ടുണ്ട്. കുക്കു. 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 ആരാ അത്? കുക്കു. ആരാ? ആരാന്ന്? കുക്കു. ആരാ അത്? കുക്കു. നാണിയോ? എണ്ണ തേച്ചാൽ മുടിക്ക് ശക്തിയും വരും, തലയ്ക്ക് നല്ലതാ. തണുപ്പാ. അമ്മായിയുടെ നല്ല മുടിയല്ലേ? അതൊക്കെ പോയി ചേച്ചി. ബോധിച്ചത് ഇത്രേ ഉള്ളൂ. അയ്യേ, അതെന്താ വെട്ടിക്കളഞ്ഞ്? നോക്കാൻ മേലഞ്ഞിട്ട്. അതിനൊന്നും അവിടെ സമയമല്ലെന്നേ. പിന്നെ സ്വന്തം തലമുടി നോക്കാൻ സമയമില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴാ. അയ്യോ, സത്യമാ ചേച്ചി. 2 പേരും കൂടെ കാലത്തിറങ്ങിപ്പോയാ രാത്രി വളരെ ലേറ്റ് ആയിട്ടേ വരൂ. മലയാളികളുമായിട്ട് ബന്ധമേ ഇല്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ അവർക്കാർക്കും എന്റെ ടേസ്റ്റ് ഇല്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് കിട്ടുന്ന യേശുദാസിന്റെ കാസറ്റൊക്കെ വാങ്ങിച്ച് പാട്ട് കേട്ടുകൊണ്ടിരിക്കും. സത്യത്തിൽ എനിക്ക് ഇങ്ങോട്ട് വരണമെന്ന് എപ്പോഴാ തോന്നിയെന്നറിയോ? ഒരു പുതിയ പാട്ടില്ലേ, ഒരു വട്ടം കൂടിയ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ. അയ്യോ, നല്ല പാട്ട്. അയ്യോ, പാല് നിറച്ചു പോയിന്നാ തോന്നുന്നേ. നോക്കട്ടെ. ഇവിടെ ആരും ഇല്ലയോ? എന്താ? ഇതേ കീറിയതാ, എടുക്കുകയല്ല. ഞാൻ കീറിയതല്ല. പിന്നെ ഞാൻ കീറിയതാണോ? കൊച്ചനെ വെറുതെ ഭക്ഷണാക്കല്ലേ. എനിക്കിവിടെ 10 ആളെ കൂട്ടാൻ പ്രശ്നമൊന്നുമല്ല. ഓയ്, ആ നോട്ടിങ്ങിതാ. എന്താ? എന്ത് പറ്റി? ചേച്ചി, ഇയാള് ഇയാളോ? എടാ അനിയൻകുട്ടാ, നീ എന്താ ചെയ്തേ? പറയട്ടെ ചേച്ചോട്. ആ ചേച്ചിനോട് തിന്നുവാ ചെല്ലണോ? ഈ അനിയൻ ചേട്ടൻ എന്ന് എഴുന്നേക്കാ ഇത്രയും വൈകോ ചേച്ചി? അങ്ങനെ വലിയ പ്രത്യേക ചിട്ടയൊന്നും അദ്ദേഹത്തിനില്ല. പിന്നെ തോന്നുന്ന പോലെയൊക്കെ അവൻ ചെയ്യും. എല്ലാം സഹിക്കാം. ഈ നാട് നീളെ നടന്ന് വഴക്കുണ്ടാക്കുന്നത് മാത്രം നിർത്തിയാ മതി. അനിയൻ ചേട്ടൻ വഴക്കുണ്ടാക്കോ? ഇനി വന്നല്ലേ ഉള്ളൂ, ഇനി കാണാൻ പോകുന്നേ ഉള്ളൂ. 2 സ്ഥലത്ത് ജോലിക്ക് പോയി. 2 സ്ഥലത്തും അവന്റെ ഓഫീസർമാരായിട്ട് വഴക്ക് കൂട്ടിട്ട് ഇങ്ങി പോന്നു. ചേച്ചി വളം വെച്ച് കൊടുത്തിട്ടാ? ഞാനായിരുന്നെ കാണായിരുന്നു. വരച്ച വരെ നിർത്തും. എന്റെ എല്ലാ അടവുകളും ഞാൻ നോക്കിയതാ മോളെ. ഞാനിവിടെ കുറച്ചു ദിവസം ഉണ്ടല്ലോ, കാണിച്ചു കൊടുക്കാം. നീ അലക്കാനുള്ള തുണിയെല്ലാം കുളിപ്പറയിലിട്ടേ, അല്ലെങ്കിൽ മറന്നുപോകും.
അയ്യേ എനിക്കിത് കാണാൻ വയ്യായേ. എന്തുവാ? അയ്യോ നീ എന്താണ് ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നേ? നിൽക്കുന്നെ? അയ്യോ എന്തെങ്കിലും ഒന്ന് എടുത്തോണ്ട് നിൽക്കരുത്, അവർക്ക് ശീലമല്ലേ ഇത്. പോ ഞാൻ ഉടുത്തോണ്ടല്ലോ നിൽക്കുന്നത്. അയ്യോ അയ്യോ അയ്യോ. എന്തുവാ? ഞാൻ ഉടുത്തോണ്ടല്ലോ നിൽക്കുന്നത്. നിങ്ങോട്ട് വായേ. എന്താ എന്താ ഓ. പറ്റി? നോക്ക് ചേച്ചി, ഞാൻ ഉടുത്തോണ്ടല്ലോ നിൽക്കുന്നത്. അതെ, അതിനെന്താ പറയുന്ന കേട്ടോ? ഓ നീ ഒന്നും എടുത്തിട്ടില്ലടി. എന്താണ് ഇവർക്ക് ഒരു കുഴപ്പം? പറഞ്ഞേക്കേ ചേച്ചി, ഒന്ന് പറഞ്ഞേക്കേ. നോക്കിയേ, ഒന്ന് നോക്കേ. അയ്യോ നിനക്ക് എന്താ ഇതിലൊക്കെ ഒരു കാര്യം? അവർക്ക് മര്യാദയ്ക്ക് സാരി ഉടുത്തണക്ക് നിന്നൂടെ? അതെ, അവരവരുടെ ഇഷ്ടം. ആ നോക്കിയാ നാളെ തുണിയുടെ നീളം കുറഞ്ഞു വരും. നീ ചായ കുടിച്ചാ? ഞാൻ ചായ കുടിക്കാം. തുടങ്ങിയല്ലോ. അസ്സലാമലൈക്കും ഉമ്മ. നമ്മുടെ കാണിക്കുട്ടി അവിടെ മോനെ. അയ്യോ ഉമ്മ ഇപ്പൊ അങ്ങോട്ട് പോകല്ലേ ഉമ്മ, അവളുടെ നിലപാട് ശരിയല്ല. എന്താ? അവള് നേരെ ഒന്നും കൊടുത്തിട്ടില്ലെന്ന്. നീ പോടാ. പിന്നെ എന്ത് പറയുന്നു അവരെ? സാറ് വെറും വയറ്റിൽ വെളുപ്പിടിക്കാതെ പോയാട്ടെ. നാണമില്ലല്ലോ, എന്തിനാ നാണിയെ കളിയാക്കിയത്? അവനെ കുട്ടനാട്ടിൽ ആരെങ്കിലും സൂട്ടും കൂട്ടിട്ട് നടക്കുവോ? സാറിന്റെ ദേഹത്തല്ലല്ലോ കിടക്കുന്നത്. എന്നാലും കണ്ട് സഹിക്കേണ്ട ഞങ്ങളൊക്കെ അല്ലേ? അനിഞ്ചേട്ടാ, പെണ്ണുങ്ങളെ ഇങ്ങനെ കളിയാക്കല്ലേ. എന്ത് സാഹസവും ചെയ്ത് കളയും. പിന്നെ എന്താ തൂങ്ങി വരികയോ? അവളുടെ കരുത്തിനെ പറ്റിയ കയറൊന്നും ഇല്ലല്ലോ ഇവിടെ. അവിടെ നിന്ന് കരയ്യ. ആര്? ചെന്ന് അന്വേഷിക്കണം. ചുമ്മാ കരയട്ടെന്ന്, വല്ലപ്പോഴൊക്കെ അല്ലേ കരയാനുള്ള സമയം കിട്ടത്തുള്ളൂ. വാ വാന്ന്. സമ്മതിക്കത്തില്ല. അങ്ങോട്ടില്ലേ? നീ ഇപ്പൊ എത്ര കരയേണ്ട ആവശ്യം എന്താ? ചേട്ടാ ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലാക്കണ്ടേ? മതി, എല്ലാം പറഞ്ഞു. മാപ്പ് എന്തിനാ മാപ്പ്? പറ പോന്ന്. എടീ നിനക്ക് അത്ര വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നീ ഒരു മാപ്പം കൊടുത്തരും. ഇനി എന്റെ ശരിയായ സ്വഭാവം ഞാൻ കാണിക്കും, പറഞ്ഞേക്കാം. നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല മാപ്പ് പറഞ്ഞത്, ഇവിടെ എല്ലാവരും പറഞ്ഞോണ്ടാ. ഈ അപ്യാസൊന്നും എന്റെ അടുത്ത് എടുക്കല്ലേ. ഞാൻ ഈ പെണ്ണുങ്ങളുടെ കണ്ണിൽ വീഴുന്ന കക്ഷിയൊന്നും അല്ല. മിന്നലേ, അയ്യടാ, ഞാൻ കരയാന്ന് വിചാരിച്ചോ? നാട്ടിലൊക്കെ വലിയ പ്രമാണിയായിരിക്കും, പക്ഷെ എന്നെ കറിക്കാൻ വേണ്ടി വളർന്നിട്ടില്ല. എന്നോട് ഇപ്പൊ കാണിച്ചത് ഞാൻ പകരം ചോദിച്ചില്ലെങ്കിൽ ചമ്മിപ്പോയി. എന്താ നിങ്ങളുടെ പേര്? ചെല്ലപ്പൻ. ചെല്ലപ്പ, അടിത്തട്ടിലൊരു 6 ദോശയും മുകളിൽ 4 ദോശയും ഇഷ്ടം പോലെ സാമ്പാർ നിങ്ങൾ വെച്ചോളൂ, എനിക്കൊരു വിഷമമില്ല. അല്ല സാർ, ബംഗ്ലാവിലെ പാടവും പറമ്പൊക്കെ വിലയ്ക്ക് വാങ്ങിച്ചു കേട്ടു. ഒക്കെ വാങ്ങിച്ചു. എന്തേ? അപ്പൊ അവിടുത്തെ പണിയൊക്കെ തുടങ്ങി കഴിഞ്ഞല്ലോ. ബംഗ്ലാവ് കഴുകി വൃത്തിയാക്കുന്ന പോലെ അല്ല പാടത്തെ ജോലി. അല്ല, പാടത്തെ പണി ബുദ്ധിമുട്ടുള്ളതാ. നല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ ഞാൻ എന്റെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നുണ്ട്. ഞങ്ങൾ അവിടുത്തെ സ്ഥിരം പണിക്കാരാ. അവരും എന്റെ നാട്ടിലെ സ്ഥിരം പണിക്കാരാണേ. ഞങ്ങൾ അദ്ദേഹത്തെ കണ്ട് പറഞ്ഞാലോ? അതിന് നിങ്ങൾക്ക് ഭാഷ അറിയോ? മലേഷ്യ, സിംഗപ്പൂർ, ഹോങ്കോങ്, അമേരിക്ക, തായ്ലാൻഡ്. ഇംഗ്ലീഷ് അറിയോ? ഫ്രഞ്ച് അറിയോ? ഞാനൊരു കാര്യം ചെയ്യാം, ഒരു ടെസ്റ്റ് ഡോസ് തരാം. റെസ്പോൺസിബിലിറ്റി ഒന്ന് പറയൂ. നെക്സ്റ്റ് നെക്സ്റ്റ് നെക്സ്റ്റ്. ഈ പരീക്ഷയിൽ എല്ലാവരും തോറ്റു. എന്റെ വായി തന്നെ സംഭവം വരുന്നില്ല. ഒന്ന് പറഞ്ഞു ശരിക്കൂ. ഒന്ന് പറഞ്ഞു ശരിക്കുന്നത് ഇപ്പൊ എന്താ? ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുക്കൂ. പോട്ടെ. വന്നല്ലോ, ഒന്ന് പറഞ്ഞേ. റെസ്പോൺസിബിലിറ്റി ഒന്ന് പറഞ്ഞേ. Good morning, sir. Good morning. Sir, I am Aniyankutan, a farmer by profession. I have a problem to tell you. See, the chief occupation of the people here is farming. We are very happy that you have acquired some land here. But bringing people from outside when we people are prepared to work hard, that is very bad. എന്താ പ്രശ്നം? മലയാളം പിന്നെ ഞാൻ തളിപ്പറമ്പുകാരനല്ലേ.
അല്ല മലയാളം അറിയത്തില്ലെന്ന് ഇവിടെ വന്നപ്പോ ഇയാൾ ചായ കാപ്പിയോ? ചായ കൊണ്ടുവരൂ. ആ. എന്താ പേര് പറഞ്ഞത്? അനിയൻകുട്ടൻ. ഇരിക്കൂ. അല്ല, എന്താ പ്രശ്നം എന്ന് പറഞ്ഞത്? സാർ, തമ്പി അദ്ദേഹത്തിന്റെ കാലം മുതലേ ഈ പറമ്പിലും പാടത്തും പണിയെടുക്കുന്നത് ഈ നാട്ടിലുള്ളവരാ. അവർ നല്ലവരുമാണ്. വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ പണിയെടുപ്പിക്കാന്ന് വെച്ചാൽ ഞാൻ നിയമം പറയല്ല, അത് ശരിയല്ല. എനിക്കൊന്നും അറിയില്ല. എന്താ ഉർമീസ്? അല്ല, നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും വേണ്ടപ്പെട്ടവരല്ലേ? ഇവിടെ പണിക്കാരുള്ളപ്പോ എന്തിനാ വെളിയിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവന്നത്? അവരെ പറഞ്ഞേച്ചേക്കൂ. അല്ല, അവര് പണി ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. ഇന്നത്തെ പണി കഴിഞ്ഞ് എന്താന്ന് വെച്ചാ അത് കൊടുത്ത് പറഞ്ഞേച്ചേക്ക്. നാളെ മുതൽ ഇവിടുത്തെ പണിക്കാർ പണി ചെയ്യട്ടെ. എന്താ അനിയൻകുട്ടൻ? അതെ, ദാ ചായ. അപ്പൊ അനിയൻകുട്ടൻ കൂടി അതിന്റെ ഒരു മേൽനോട്ടമൊക്കെ എനിക്കൊന്നും അറിയില്ല കേട്ടോ. എന്തിനും ഞങ്ങളുണ്ട് സാർ കൂടെ. പക്ഷേ വന്ന ഉടനെ എല്ലാരെയും വെറുപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഉവ്വോ. സാർ, ഞാൻ കുറ്റം പറയാന്ന് കരുതരുത്. എന്നെ പഠിപ്പിച്ച, എന്നെ മാത്രമല്ല ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ആൾക്കാരെയും പഠിപ്പിച്ച ഒരു പാവം പിടിച്ച മാപ്പിള സാറുണ്ട്. അപ്പൊ അദ്ദേഹം അവധിക്കാലത്ത് ഇതിനു മുമ്പിലുള്ള കളരിക്ക് എടുത്തു വെച്ച് പാവപ്പെട്ട പിള്ളേർക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും, അതും സൗജന്യമായിട്ട്. ഇത് തമ്പി അദ്ദേഹത്തിന്റെ കാലം മുതലേ ഉള്ള ശീലമാണ്. ഇന്നലെ അദ്ദേഹം ഇവിടെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഇറക്കി വിട്ടു. എന്താ ഉർമിസ് ചെയ്ത്? അനിയൻകുട്ടി ആ സാറിനോട് പറയൂ, കുട്ടികളെ ഇവിടെ തന്നെ ഇരുത്തി പഠിപ്പിച്ചോളാം. എനിക്കും സന്തോഷമുള്ള കാര്യമല്ലേ. താങ്ക് യു സർ. മാതാ പിതാ ഗുരു ദൈവം. ആദ്യം മാതാവ്, ജന്മം തരുന്ന അമ്മ. രണ്ടാമത് പിതാവ്, അച്ഛൻ. മൂന്നാമത് ഗുരു, 4 അക്ഷരം പറഞ്ഞു തരുന്ന വാദ്യാര്. മനസ്സിലായോ? എല്ലാവരും കൂടി ചേർന്ന് തല്ലിപ്പുളിയാക്കോ?